ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകാടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലും എല്ലാ എപ്പിസോഡുകളിലും തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി തരുവാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം സൃഷ്ടിയോടനുബന്ധിച്ചുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇന്നും അതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നു. യഹോവയായ ദൈവം സൃഷ്ടിയോടനുബന്ധിച്ച് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ചോദ്യം ഇതാണ്: ആദാമും ഹവയും വൃക്ഷഫലം തിന്നുന്നു. ഇവർ ഈ വൃക്ഷഫലം തിന്നും എന്നുള്ള വിഷയം യഹോവയായ ദൈവത്തിന് മുമ്പേ തന്നെ അറിയാമായിരുന്നു. ഓക്കെ, ഈ ചോദ്യത്തിന് ഒരു പ്രാധാന്യതയുണ്ട്. കാര്യം ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണെന്നുള്ളതും സൃഷ്ടിയോടനുബന്ധിച്ചാണ് എന്നുള്ളതുമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിശ്വാസനീയത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് ക്രിയേഷൻ, വേദപുസ്തകത്തിലെ ഈ സൃഷ്ടിയെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. ചിലർ ചോദിക്കുന്ന 6 ദിവസം കൊണ്ട് എങ്ങനെ ഇത്ര സൃഷ്ടിക്കാൻ കഴിയും? അതാ ഒരു കൂട്ടർ ചോദ്യം. ചിലർ ഈ 6 ദിവസത്തിന്റെ ഓരോ ദിവസത്തിന്റെ ദൈർഘ്യം എത്ര? ഇത് 6 ദിവസം ഓരോ ദിവസം ഓരോ പ്രകാശ വർഷങ്ങൾ പോലാണെന്നൊക്കെ ചിലർ പറഞ്ഞു അടിച്ചുള്ളത്. അപ്പം പിന്നെ ഈ 6 ദിവസം കൊണ്ട് ഇതൊക്കെ പരിണമിപ്പിച്ചെടുപ്പിക്കുകയായിരുന്നാണ്. പിന്നെ ബിഗ് ബാങ് തിയറി, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ വേദപുസ്തകത്തിലെ സ്റ്റോറി ഓഫ് ക്രിയേഷന്റെ എതിരായിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റോറി ഓഫ് ക്രിയേഷന്റെ ബേസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് വളരെ നല്ലതാണ്. നമുക്ക് കൂടുതൽ ഉത്തരം പറയാൻ കഴിയും. അത് തന്നെ എൻ്റെ കാര്യം. എത്രയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു അത്രയും കൂടുതൽ ഉത്തരങ്ങൾ നൽകപ്പെടുന്നു. എത്രയും കൂടുതൽ ഉത്തരങ്ങൾ നൽകപ്പെടുന്നു അത്രയും കാര്യങ്ങൾ വ്യക്തമാകുന്നു. മറിച്ച് ഇഗ്നോർ ചെയ്താലോ, അപ്പൊ ഈ കള്ളശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ശരിയെന്ന് ആൾക്കാർ ചിന്തിക്കും. തീർച്ചയായിട്ടും ഈ സ്യൂഡോ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെന്തോ ദൈവത്തെക്കാൾ വലിയ അറിവുള്ളവരെന്ന് ഭാവിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, ഇവര് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ അർത്ഥം വരും. So there should be more questions in the book of Genesis, especially story of creation. ആദാമിനെ യഹോവ സൃഷ്ടിക്കുന്നു, ഏദനിലാക്കുന്നു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അവിടെ ഉണ്ട്. അത് അവർ തിന്നും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എന്നാ പിന്നെ ഒന്നിനെ വൃക്ഷം അവിടെ നടരുതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടുള്ള ആക്സസ് ഡിനേ ചെയ്യണമായിരുന്നു. ഇങ്ങനെ ദൈവത്തിന് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നവരെ നമ്മള്, God, you should have done that. God, you should not have done that. ദൈവമേ, അങ്ങനെ ആരും ചെയ്യേണ്ടത്. അത് ശരിയായില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല. നമ്മൾ ദൈവത്തെ ഉപദേശിക്കാൻ നടക്കുന്ന ഉപദേശമാരാണ്. അവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ അൺസെർച്ചബിൾ വിസ്ഡം, ദി അൺസെർച്ചബിൾ വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനം. അങ്ങനെ കാര്യം ദൈവത്തിനുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മളിങ്ങനെയൊക്കെ പറയുമ്പം. 2, ഈ ക്രിയേറ്റീവ് എലമെന്റ്സ് എന്ന കാര്യം നമുക്കറിയത്തില്ല.
ക്രിയേറ്റീവ് എലമെന്റ്സിന്റെ കാര്യം നമുക്കറിയത്തില്ല. ദൈവം എന്തിനാണ് ഒന്ന് ഈ വൃക്ഷം അവിടെ നട്ടത്? അത് മനുഷ്യൻ ഒരിക്കലും തിന്നാൻ പാടില്ലാത്തതാണെങ്കിൽ ദൈവം അവിടെ നടത്തേയില്ലായിരുന്നു. അതിന്റെ ആവശ്യമില്ലല്ലോ. രണ്ട്, മനുഷ്യനെ പരീക്ഷിക്കുന്നതിനാണ്. ഇവൻ തിന്നുമോ തിന്നത്തില്ലയോ നോക്കാം. പരീക്ഷിക്കുന്നതിനാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്ന ദൈവമല്ല. ഇനി മൂന്നാമത്തെ കാര്യം, അതവിടെ നടുമ്പോൾ there will come a time when he will have to eat from it. അവൻ അതിൽ നിന്ന് ഭക്ഷിക്കേണ്ട ഒരു സമയം വരും. The right time. അന്ന് അവൻ അതിൽ നിന്ന് ഭക്ഷിക്കണം. അതിലേക്ക് ദൈവം അവനെ ലീഡ് ചെയ്യാണ്. ലീഡിങ് മാൻ ടുവേർഡ്സ് ദാറ്റ്. ആ പർപ്പസിലേക്ക് ദൈവം മനുഷ്യനെ ലീഡ് ചെയ്യാണ്. അല്ലാതെ അവിടെ ദൈവത്തിൻ്റെ ഒരു അബദ്ധമല്ലത്. ഇനി നമ്മൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പൊരുൾ തിരിച്ച് മനസ്സിലാക്കേണ്ട ചില ഭാഷാപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഫോർ നോളജ് എന്ന് പറയും. മുൻകൂട്ടി അറിയാനുള്ള കഴിവ്. ദൈവത്തിൻ്റെ ഫോർ നോളജ്. ആ ഫോർ നോളജ് നമുക്കൊരു സിമ്പിൾ ടെർമിനോളജിയിൽ എടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ മുമ്പ് ഈ കല്യാണത്തിന്റെ ഒരു പ്രധാന ഐറ്റമാണ് വാഴപ്പഴം. പഴവും തൈരും പഴവും പഞ്ചാര വിട്ട് ഇളക്കിയ ഒരു ഊണുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ അതിന് ഈ വാഴക്കൊല എടുക്കാനായിട്ട് കല്യാണത്തിന്റെ ഒരു 4-5 ദിവസം മാർക്കറ്റിൽ പോകും. ഒരുപാട് കൊലകൾ, 100 കണക്കിന് 1000 കണക്കിന് വാഴക്കൊല ഇങ്ങനെ വെട്ടി വെച്ചിരിക്കല്ലേ. അപ്പൊ ഈ നമ്മൾ ഇങ്ങനെ കൊലകൾ എഴുതും. അപ്പം കല്യാണം വ്യാഴാഴ്ച വന്നിരിക്കട്ടെ, ശനിയാഴ്ച നമ്മൾ കൊല മേടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഇത് ഏതൊക്കെ കൊല മേടിച്ചാൽ അത് വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല പഴമാകുമെന്ന് നമുക്കറിയാം, ഇല്ലേ? ചെറുക്കറിയത്തില്ല. ചില എന്തിന് വാഴപ്പഴം വേണ്ടി നല്ല പഴുത്ത മേടിച്ചുകൊണ്ട് ശനിയാഴ്ച തന്നെ, അല്ലേ? അത് ഡിസൈൻമെന്റ്. മനുഷ്യന് അത്തരം ഡിസൈൻമെന്റ് ഉണ്ടെങ്കിൽ ദൈവത്തിന് തൻ്റെ സൃഷ്ടി ഏത് സമയത്ത് ഏത് അവസ്ഥയിലായി തീരും എന്ന ഡിസൈൻമെന്റ് ഉണ്ട്. അതിന് ഫോർ നോളജ് എന്ന് പറയും. വൺ തിങ്, ദൈവത്തിന്റെ ഫോർ നോളജ്. സെക്കൻഡ്, ദൈവത്തിന്റെ പ്രീഡിറ്റർമിനേഷൻ. മൂന്ന്, ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ. ഈ പ്രീഡെസ്റ്റിനേഷനും പ്രീഡിറ്റർമിനേഷനും ഈ ഫോർ നോളജും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് തിരിച്ചറിയണം. എങ്കിലേ പറ്റത്തുള്ളൂ. കേട്ടോണം. ദൈവത്തിൻ്റെ ഫോർ നോളജ് പറഞ്ഞു. ആര് എന്തായിത്തീരും, എന്ത് ചെയ്യും എന്ന് ദൈവത്തിന് അറിയാം. എങ്ങനെ അറിയാം? അവന്റെ കമ്പോസിഷൻ ഓഫ് ക്രിയേഷന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നോക്കിയാണ്. എക്സർ ഹാര, എക്സർ തോവ്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 2 എലമെന്റ്സ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ എസർ ഹാരയാണ് കൂടുതലെങ്കിൽ അവൻ നന്നാകാനുള്ള സാധ്യത കുറവാണ്. എസർ തോ ആണെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയും കുറവാണ്. ഇനി ദൈവത്തിന് അറിയാവുന്ന അടുത്ത കാര്യം,
അപ്പോൾ തന്നെ ദൈവം മനുഷ്യന് എന്തുകൂടെ കൊടുത്തിട്ടുണ്ട്? ദൈവത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ വിൽ. ഫ്രീ വിൽ. ഫ്രീ വിൽ. ആ ഫ്രീ വില്ലിൽ ദൈവം ഇടപെടുന്നില്ല. ഓക്കെ. ആ ഫ്രീ വില്ലിൽ ദൈവം ഇടപെടുകയാണെങ്കിൽ അവ്വ അമ്മച്ചി പാമ്പിന്റെ പുറകെ പോയപ്പം ഒരു ദൂതനെ വിട്ട് ആ പാമ്പിനെ ഒറ്റ ഏറ് കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ വാലെ പിടിച്ച് തൂക്കിയെടുത്ത് ഇതൊന്നും തെറിഞ്ഞിട്ട് അമ്മച്ചിയോട് കൊണ്ട് വഴക്ക് പറഞ്ഞു, മേലാൽ ഈ കൊള്ളരാത്തതിന്റെ പുറകെ പോയിക്കരുത്, നിനക്ക് നല്ലൊരു കെട്ടിയനുള്ളതില്ലേ, അയാളുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുക, പാമ്പിന്റെ പുറകെ കൊണ്ട് ആവശ്യം നിനക്കെന്നെ എന്ന് പറയുമായിരുന്നു. ഹവ്വായുടെ ഫ്രീ വില്ലിലാണ് ഹവ്വ അത് ചെയ്തത്. അവിടെ ദൈവം ഇടപെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആ ഫ്രീ വില്ലിൽ ദൈവം ഇടപെടാത്തിടത്തോളം കാലം, as long as God does not deal with the free will or interfere with the free will, yes, അവിടെ ഒരു ഗ്രേ ഏരിയ ഉണ്ട് ദൈവത്തിന്റെ നോളജിൽ. അവിടെ ഒരു ഗ്രേ ഏരിയ ഉണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിന്റെ മനുഷ്യന്റെ ഫ്രീ വില്ലിൽ ദൈവം ഇടപെടാത്തതുകൊണ്ട്. ഇനി നമുക്ക് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. പ്രീ ഡെസ്റ്റിനേഷൻ ഇവൻ എവിടെ ചെന്ന് അവസാനിക്കും? 2 ഡെസ്റ്റിനേഷൻ ദൈവം ഫിക്സ് ചെയ്തിരിക്കും, 3ാമൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. ഒന്നുകിൽ ഇവൻ സ്വർഗത്തിൽ അവസാനിക്കും, അല്ലെങ്കിൽ ഇവൻ നിത്യനരകത്തിൽ അവസാനിക്കും. ഇവിടെ എവിടെ ഇവൻ അവസാനിക്കും എന്നുള്ളത് ദൈവം അല്ല തീരുമാനിക്കുന്നത്, അവൻ തന്നെ തീരുമാനിക്കുന്നു. അതാണ് പ്രിഡെസ്റ്റിനേഷൻ ബൈബിളിലുള്ളത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. പ്രിഡെസ്റ്റിനേഷൻ. അതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തെരഞ്ഞെടുത്തു, തന്റെ തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ദത്തെടുത്തു, ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തു. എല്ലാവരും ആ ഡെസ്റ്റിനേഷൻ ഇടാന്ന് പോകുന്നത് അല്ലല്ലോ. ഒരു ലോങ് ലൈഫ് വിശ്വസ്തനായി ദൈവത്തെ സേവിച്ച ശേഷം അവസാനം കൊള്ളരാജയോട് തിരിഞ്ഞ് എത്രയോ പേരുണ്ട് അല്ലേ? അപ്പൊ തന്നെ ജീവകാലം മുഴുവൻ വെറിക്കൂത്തിൽ ജീവിച്ച് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് മൊമെന്റിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുന്ന എത്രയോ പേരുണ്ട് അല്ലേ? അപ്പൊ ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അടുത്ത പ്രീഡിറ്റർമിനേഷൻ. പ്രീഡിറ്റർമിനേഷൻ എന്നുള്ളത് ദൈവത്തിൽ, ഗോഡ് ഓഫ് ബൈബിൾ ഡസ് നോട്ട് ഹാവ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഇവൻ കള്ളു കുട്ടിച്ച് മുട്ടിഞ്ഞ് മുണ്ടക്കോല് വെച്ച് തുലഞ്ഞു പോട്ടെ ഇന്ന് ദൈവം തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചെങ്കിൽ ദൈവത്തിന് അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റത്തില്ല. ദൈവം തീരുമാനിച്ച് ഞാൻ കള്ളുകൂടിയനാകാൻ, ഞാൻ പാപിയാകാൻ, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? I cannot change your decision. Yes. അല്ലേ? അത് പ്രീഡിറ്റർമിനേഷൻ ആണ്. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. God of the Bible does not have predetermination. ഇല്ല. ഇനി നമുക്ക് ഏതെങ്കിലും തോട്ടത്തിലെ ചോദ്യത്തിലേക്ക് വരികയാണ്. Suppose, did God know that in the end or in the beginning Adam and Eve will fall? ഇവർ ഈ പഴം തിന്നുന്നുള്ള ദൈവത്തിന് അറിയാമോ? ഇവർ ഈ പഴം തിന്നുന്ന ദൈവത്തിന് അറിയാമെന്നുള്ള അല്ല നമ്മുടെ ചോദ്യം, നമ്മളുടെ വിഷയം. ഇവർ ഈ പഴം തിന്നാൽ വീണ്ടും ഇവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്.
ഇവരിത് റീഇൻസ്റ്റേറ്റ് ഇത് തിന്നാൽ ദൈവത്തിന് ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഒരു റീഇൻസ്റ്റേറ്റിംഗ് പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ്. As long as God has a plan of reinstating, God doesn't worry whether they eat or not. Well, God is worried, that's another thing. അത്ര നിസ്സാര കാര്യമല്ല. പക്ഷെ ദൈവത്തിന് അവരെ പറ്റിയുള്ള പ്രതീക്ഷകൾ ഇല്ലാതാകുന്നില്ല. കാരണം ഓൾറെഡി ദൈവം, God does not find a solution once the problem has started. നമ്മൾ പ്രശ്നങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ സൊല്യൂഷൻ അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ? എനിക്ക് ഇംഗ്ലണ്ടിലെ സായിമാരെ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ തെന്നി തെന്നി പടപടാ നമ്മൾ താഴെ വീഴും. വെതർ ഫോർകാസ്റ്റിൽ മഞ്ഞുണ്ടാവുമെന്ന് അറിയുമ്പോഴത്തേക്ക് വരുന്നറിയാമോ, ആദ്യം റോഡ് മുഴുവൻ കല്ലിപ്പങ്ങ് നിരത്തും. പിന്നെ അവിടെ ഇവിടെ എല്ലാം ഒരുതരം പാത്രമുണ്ട്, ഡബ്ബയുണ്ട്, ഡബ്ബയ്ക്കകത്ത് ഉപ്പ് നിറച്ച് വെച്ചിരിക്കും. നമ്മൾ വഴിയെ പോകുന്ന പെട്ടെന്ന് മഞ്ഞ് വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഡബ്ബ തുറന്ന് അല്ലെ അവിടെ മുഴുവൻ മഞ്ഞായി കഴിയുമ്പോഴല്ല ഉപ്പ് ഫാക്ടറി അന്വേഷിച്ച് പോകുന്നത്. God sees the end in the beginning. ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന എത്രയോ മുമ്പ് ദൈവം സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞു. കൃപയാല് ദൈവം ക്രിസ്തുവിൽ എന്നെ കണ്ടു യുഗങ്ങൾക്ക് മുൻപേ, അന്നേ ബലിയാകാൻ ദൈവകുഞ്ഞാടിനെ കരുതി എനിക്കായവൻ. എനിക്ക് തോന്നുന്നു ഭക്തവത്സലമായിട്ടാണ് ഇത് പാടിയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, ശരി ഭക്തവത്സനായിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയ ലൈൻസ് ആ കാലത്ത് ഭക്തവത്സരം മാത്രമേ ഇരുന്നുള്ളായിരുന്നു. പിന്നെ ആലപ്പുഴ ജോൺ സാർ എന്ന് പറഞ്ഞാൽ ഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആർക്കാന്ന് അവരായിരുന്നു അറിയത്തില്ല കേട്ടോ. ഭക്തവത്സലിനെ പിന്നെ അറിയാം. കൃപയാലെ ദൈവം ക്രിസ്തുവിൽ എന്നെ കണ്ടു യുഗങ്ങൾക്ക് മുൻപ്, അന്നേ ബലിയാകാൻ ദൈവകുഞ്ഞാടിനെ എനിക്കായി കരുതി. സോ നമ്മൾ ആൻസർ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്ത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദൈവത്തിന് അറിയാമായിരുന്നു അവര് പഴം തിന്നുമെന്നുള്ളത്. Well, that's not my answer. That's not my concern. That's not my concern. My God has always a greater plan. എൻ്റെ എല്ലാ ഫെയിലിയറിനെക്കാട്ടിലും വലിയൊരു പ്ലാൻ ദൈവത്തിന് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനുണ്ട്. ഐ എം എ മാൻ ഓഫ് ഫെയിലിയേഴ്സ്. അറിവുകേടുകൾ അധികമുണ്ടെങ്കിൽ അറിഞ്ഞ് നീ എന്നെ അരികിൽ എന്നെ ചേർത്തണയ്ക്കണം. ഞാൻ അറിവുകെട്ട മനുഷ്യനാ, ബുദ്ധികെട്ട മനുഷ്യനാ, ബലഹീനനാണ്, തെറ്റുകൾ ഒരുപാടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ നശിച്ചു പോമോ? ഇല്ല. എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ വലിയ പ്ലാനുണ്ട്. വലിയ പ്ലാൻ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിലല്ല. ദൈവത്തിന് അറിയാമായിരുന്നു. That's none of your business. God may or may not know. That's none of your business. The business is, has God got a plan to save you? നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. The other thing is unimportant. നമ്മുടെ ചോദ്യകർത്താവ് വലിയ സാറ്റിസ്ഫൈഡ് എന്നായിരിക്കത്തില്ല ഈ ആൻസറിൽ. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. The other answer is hopeless. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത മറുപടികൾ പറയാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഹോപ്പ്ലെസ് ആയ മറുപടികൾക്കല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ പ്രീ ഡിറ്റർമിനേഷൻ എന്നുള്ളത് ഒന്നില്ല. പ്രീ ഡിറ്റർമിനേഷൻ എന്ന് ഒന്നില്ല. ഫോർസീൻ നോളജ് ആൻഡ് പ്രീ ഡെസ്റ്റിനി. Predestined. Destination. Yeah, predestination. Yeah. Okay. Thank you very much, sir. അടുത്ത ചോദ്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ചോദ്യം ഇതാണ്, ഇവിടെ അബ്രഹാമിന്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് ലഭിക്കുന്നത്? ഓക്കെ, എല്ലാ അനുഗ്രഹവും. എല്ലാ അനുഗ്രഹവും ഒന്നത് കേട്ടോണം. അബ്രഹാമിനെ ആദ്യം വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് ഒരു ലാൻഡ്സ്കേപ്പിന്റെ ബൗണ്ടറി കാണിച്ചു കൊടുത്തു.
ഇത് നിന്റെ എന്ന് പറഞ്ഞു. ഇത് നിന്റെ എന്ന് പറഞ്ഞു. കേട്ടോണേ, ആ ലാൻഡിൽ ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ പാടാ. ഐ എം ക്രിസ്ത്യൻ. പാടാണ്, തരത്തില്ല. പാടാണ്. ഓക്കെ ഓക്കെ. യേശു ക്രിസ്തു വന്നാലും സിറ്റിസൺഷിപ്പ് കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല അല്ലേ? പക്ഷെങ്കിൽ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവരെനിക്കൊരു നിക്ഷേപമായിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നാമമായിട്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ ഇസ്രയേൽ ദേശത്ത് നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു രാജാവായി കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ പണമാട്ടിയാൽ നമുക്കും കിട്ടി. 2, അബ്രഹാമിൽ കൂടാണ് പിതാക്കന്മാർ വരുന്നത്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബ് പിതാക്കന്മാരാണല്ലേ? അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവരെ നമ്മുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത്, ആത്മീയ പിതാക്കന്മാരായിട്ടാണ് കാണുന്നത്. അവർ നമ്മുടെയും പാട്രിയാർക്സ് ആണ്. ഇപ്പം നമ്മുടെയും പാട്രിയാർക്സ് ആണ് അവര്. 3, അബ്രഹാമിന് ദൈവം ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തു. അത് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ യഹൂദന്റെ മാത്രം വാഗ്ദത്ത മെസ്സിയാണോ? നമ്മുടെ വാഗ്ദത്ത മെസ്സിയാണ്. നിന്റെ സന്തതി ഈ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും എന്ത് ചെയ്തു? കർത്താവ് ഭൂമി അവകാശമാക്കും, നമ്മളും അവകാശമല്ല. എങ്ങനെ? കർത്താവിനോടുകൂടെ. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങളൊന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് എന്നുള്ളത്. അതാ ഞാനീ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നത്. ഇല്ലേ? ഇനിയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്. അപ്പം അബ്രഹാമിനും സന്തതിക്കും എന്തെല്ലാം വാഗ്ദത്തം ദൈവം പറഞ്ഞു, അത് മുഴുവൻ അബ്രഹാമിന്റെ സന്തതിയെ യേശു ക്രിസ്തു. സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി. അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ അതിന് കൂട്ടവകാശികളാണ്. ക്രിസ്തു നമ്മൾ കൂട്ടവകാശികളാണ്. തീർന്നോ? ഇല്ല. അബ്രഹാം കൂടാരത്തിൽ പാർക്കുക. അവിടെ വലിയൊരു പട്ടണം പണിയണം. അവിടെ 10 പട്ടണം പണിയുള്ള പൈസ അബ്രഹാമിനുള്ളതാനും. അബ്രഹാമിന് പൈസക്ക് മാത്രം ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ്. മേപ്പോട്ട് നോക്കി, അവിടെ നോക്കിയപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരം കണ്ടു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ യാക്കോബിനോടും ഇസ്ഹാക്കിനോടും കൂടെ കൂടാരങ്ങളിൽ നമുക്കിവിടെ പട്ടണം പണിയണ്ട, അവിടെ പട്ടണം പണി എന്ന് പറഞ്ഞു. അല്ലേ? അവരാ വാഗ്ദത്ത ദേശം നോക്കി കണ്ട് മരിച്ചു, വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ. അവർ നമ്മെ കൂടാതെ രക്ഷാനിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന്. അപ്പൊ ആ വാഗ്ദത്ത പട്ടണം ഉണ്ടല്ലോ, ആ വാഗ്ദത്ത പട്ടണത്തിൽ അവർക്ക് എത്ര അവകാശമുണ്ട് അത്രയും അവകാശം നമുക്ക് ഇച്ചിരി കൂടുതലുണ്ട്. കാരണം അതിന് 12 ഗോപുരങ്ങളും 12 അടിസ്ഥാന കല്ലുകളും. 12 ഗോപുരങ്ങൾ ഓരോ ഗോത്ര പിതാക്കന്മാരുടെ പേരാണെങ്കിൽ 12 അടിസ്ഥാന കല്ലുകളിലും ഓരോ അപ്പോസ്തലന്മാരുടെ പേര്. അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത വലിയ പട്ടണം, അതിനകത്ത് വരെ ആർക്ക് അവകാശം? നമുക്ക് അവകാശം. യെസ്, ഷുവർ, കംപ്ലീറ്റ്. ഒറ്റ വാഗ്ദത്തം പോലും മുടങ്ങിയിട്ടില്ല. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ദൈവം മറ്റു മനുഷ്യരെ എല്ലാം ഒഴിവാക്കി അബ്രഹാമിനെയും സാറായിയെയും മാത്രം തിരഞ്ഞെടുത്തു? നമുക്കത്
നമ്മളൊരു ആൻസർ പറയാൻ പോവാം. ഉം. അത് വിശുദ്ധ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് ധാരാളം എവിഡൻസ് അതിനകത്ത് കിട്ടും. ഓക്കെ. പക്ഷെ വിശുദ്ധ പഴയത്തിന് അപ്പുറം പോയി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വലിയ പ്രോബ്ലമാണ്, മാസീവ് പ്രോബ്ലം. അപ്പം അപ്പുറത്ത് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടം വരെ അപ്പുറത്തോട്ട് പോകുന്നുള്ളത് നോക്കാമേ. ഒന്ന്, ലോകം മുഴുവനും ബഹുദൈവ വിശ്വാസമാണ്. ഈ ബഹുദൈവ വിശ്വാസത്തിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതും ദൈവം, ഇതും ചെയ്യും, മറ്റവനും ദൈവം, മറിച്ചവനും ദൈവമാണ്. അതിൽ സ്വർഗസ്ഥനായ ദൈവം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒന്നും ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം തിരിച്ചറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഏകദൈവ വിശ്വാസവും അത് ഈ സ്വർഗസ്ഥനായ ദൈവം ആണെങ്കിൽ മാത്രമേ ഈ ദൈവമാണ് ദൈവം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതിന് ഏകദൈവ വിശ്വാസം എന്ന കൺസെപ്റ്റ് മനസ്സിലാകുന്നവർ വേണ്ടായോ? ഏകദൈവ വിശ്വാസം എന്ന കൺസെപ്റ്റ് മനസ്സിലാകുന്നവർക്കല്ല പറ്റത്തുള്ളൂ, അല്ലേ? എല്ലാവർക്കും എല്ലാം മനസ്സിലാവും? എല്ലാവർക്കും എല്ലാം മനസ്സിലാവും? ഇല്ല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് എനിക്ക് എപ്പോഴും ഫണ്ണി ക്യാരക്ടറായിട്ട് ഞങ്ങളുടെ പിയൂണന്മാരാണ്. അതിലൊരു വായിസം പിയൂണുണ്ട്. ഇയാൾ രാവിലെ എല്ലാം സാറിനോട്, സാറേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊണ് മേടിച്ചിട്ടുണ്ടോ? ഊണ് മേടിച്ചിട്ടുണ്ടോ? നമ്മൾ മിക്കവാറൊക്കെ വീട്ടിൽ ചില പതിവുണ്ടോ പോകുന്നത് കേട്ടോ. ചിലർക്കാണെങ്കിൽ രാവിലെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വാട്ടർ ഇറ്റ് മേ ബി, കടയിൽ നിന്ന് ഊണ് കഴിക്കാൻ വിചാരിക്കും. അങ്ങനെ ഒരു 10 പേർ സാറുമാർ ഊണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടു. കാര്യം എന്നറിയാം, ഇവൻ അവിടെ ചെന്ന് 10 ഊണ് നമുക്ക് മേടിച്ചോണ്ട് തരും. നമ്മൾ അന്നേരം തന്നെ പൈസ കൊടുക്കുമല്ലോ. അപ്പൊ ഇവൻ ഒരു ഊണ് ഫ്രീയാ. അത് ഗംഭീര ഊണായിരിക്കും. അത് മേടിച്ചോണ്ട് നമ്മൾ പകുതി അന്നേരം കഴിക്കും, പകുതി പോയിട്ട് കഴിക്കാൻ എനിക്കറിയത്തില്ല. അതുണ്ടോ? അപ്പം അവൻ എങ്ങനെ അങ്ങനെ ആയത്? അവനും കോളേജിലെ സ്റ്റാഫില്ലയോ? അവനെങ്ങനെ അങ്ങനെ ആയത്? അവന് അത്രയും വരെ പഠിക്കാനുള്ള ബുദ്ധിയെ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവൻ പിയൂണായി പോയി. ഞങ്ങൾ ബുദ്ധിയുള്ളതുകൊണ്ട് ഞങ്ങൾ അധ്യാപകരായി പോയി. എല്ലാവരും മനുഷ്യരാണ്. അപ്പൊ ചിലർക്ക് ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു സ്പിരിച്വൽ ഇൻബിൽറ്റ് ഉണ്ട്. സ്പിരിച്വൽ ഇൻബിൽറ്റ്. വിഗ്രഹാരാധനക്കാരുടെ വേൾഡ് ക്യാപിറ്റലാണ് കാൽഡിയ എന്ന് പറയുന്നത്, കൽദിയ ദേശം എന്ന് പറയുന്നത്. അതിൽ അബ്രഹാം താമസിച്ച കൽദിയ പട്ടണമായ ഊരെന്ന് പറയുന്നത്, അവിടാണ് ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ തലതിരിഞ്ഞതിനെയും ചെവി കോടിയതിനെയും അണ്ണാക്ക് പിളന്നതിനെയും കൊടുവാളും കൊണ്ട് നിൽക്കുന്നതിനെയും വാക്കത്തി കൊണ്ട് നിൽക്കുന്നതിനെയും എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ എടുത്തിട്ട് ആരാധിക്കരുത്. ഏതാ ഈ ഇറച്ചി വെട്ടുകാരന്റെ, കന്നാലി വെട്ടുകാരന്റെ വീട്ടിലെ ഇറച്ചിക്കറി പോലെയാണ്. എന്നോട് കൊല്ലുന്ന ഇഷ്ടം. ആ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായിരുന്നു. ദൂതൻ പ്രത്യക്ഷനായിട്ട് ഏകദൈവ വിശ്വാസത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഏകദൈവ വിശ്വാസത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പൊ അബ്രഹാമിന്റെ അപ്പനാണ് അവിടുത്തെ സിറ്റി മേയർ, അല്ലെ എന്തുവാ, മൂപ്പൻ, അദ്ദേഹം. അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വിഗ്രഹാരാധനകൾ, ബഹുദൈവ വിശ്വാസങ്ങളുടെ വിഗ്രഹാരാധന ലീഡ് ചെയ്യേണ്ട ആള്. മോൻ നേരെ തലതിരിഞ്ഞു. ഒറ്റ ദൈവമുള്ള ആ ദൈവം വിഗ്രഹമല്ല. ഒറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവം വിഗ്രഹമല്ല. ഓക്കെ. അടുത്ത ഉത്സവം വന്നു. അബ്രഹാമും സാറായും ഉത്സവത്തിനെത്തിയില്ല, ദൈവങ്ങളെ നമസ്കരിച്ചുമില്ല. അബ്രഹാം
അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അപ്പോൾ അബ്രഹാമിന് ഖൽദയുടെ പട്ടണമായ ഊരിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് തന്നെ ഏകസത്യ ദൈവത്തെ പറ്റിയുള്ള റെവലേഷൻ ലഭിക്കുകയും ലഭിക്കുകയും ആ ലഭിച്ച റെവലേഷനിൽ നിലനിൽക്കുകയും ചെയ്തു. റെവലേഷൻ ലഭിച്ചത് മറ്റു കാര്യമില്ല മാം, റെവലേഷനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനീ പറയുന്നത് ഒരുപക്ഷെ ഒത്തിരി ദൈവങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. അന്നെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ റെഫറൻസ് പറയാം. ജെറുസലേം തൽമൂദ്, സോറി ബാബിലോൺ തൽമൂദ്. ബാബിലോൺ തൽമൂദിലെ ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കോണേ. വാസ് Abraham the only one man who had the revelation is the question. Was Abraham the only one man who had this source of revelation? Revelation is the question. ഡിവൈൻ വിസിറ്റേഷനിലൂടെ താൻ ഏകസത്യ ദൈവമാണെന്നുള്ള കാര്യം ദൈവം മറ്റു പലർക്കും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അവരാ വെളിപ്പാടിൽ, ആ റെവലേഷനിൽ നിലനിന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ ജാതീയ പ്രവാചകനും പുരോഹിതനുമായിരുന്ന ബിലയാമിന് ദൈവത്തെ പറ്റി വെളിപ്പാടുണ്ടായിരുന്നു. ദൈവത്തെ പറ്റി ദൈവം ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ബിലയാം ജാതീയ ദേവന്മാരെ കൈവിട്ടുമില്ല. ഏതാ വിഗ്രഹാരാധനയും അതുപോലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളും കൈവിട്ടില്ല. ദൈവത്തിന് താൻ ഏകസത്യ ദൈവമാണെന്നും തന്നിലേക്ക് തിരിയണം എന്നുള്ള സത്യം ആളുകൾ കൊടുക്കുന്നുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ള, സൃഷ്ടാവായ ദൈവത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെങ്കിൽ അതുകൊണ്ട് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഈ റെവലേഷൻ ലഭിച്ച ശേഷവും അനേകരും പുതിയ റെവലേഷനിലേക്ക് ഇറങ്ങത്തില്ല. അബ്രഹാമിനെ സംബന്ധിച്ചോളം, even though he was the richest man of the area, ആർക്കിയോളജിസ്റ്റിന്റെ ഫൈൻഡിങ്സ് പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ലണ്ടനിലെ വീട് ടാപ്പ് വാട്ടർ ഇടുന്ന ചൂടുവെള്ളം വരും, പ്രത്യേകിച്ച് ചൂടാക്കാൻ പോകണ്ട. 2 നില കെട്ടിടത്തില് ഏത് ടാപ്പ് തുറന്നാലും ചൂടുവെള്ളം കിട്ടും, തണുപ്പുവെള്ളം കിട്ടും. അത്ര അഡ്വാൻസ് ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ ജീവിച്ച ആളാണ് അബ്രഹാം. ആ വീടിനെ പറ്റി അവിടുന്ന് ഒരു കൂടാരവാസിയാകാൻ തീരുമാനിച്ചു. ഓക്കെ, കൂടാരവാസി എന്ന് പറയുമ്പം സോഷ്യൽ സ്റ്റാറ്റസിൽ ഏറ്റവും ലോവസ്റ്റ് സ്റ്റാറ്റസ് ആണ്. പട്ടണവാസി എന്ന് പറഞ്ഞാലോ ഹയസ്റ്റ് സ്റ്റാറ്റസ്. അപ്പൊ ഏകസത്യ ദൈവത്തെ ആരാധിക്കണം, വിഗ്രഹാരാധന ഇല്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായിട്ടും ത്യാഗം കഴിക്കാൻ അബ്രഹാം തയ്യാറായി. അബ്രഹാം ത്യാഗം കഴിക്കാൻ തയ്യാറായപ്പം സാറാമ്പച്ചിക്ക് ഇത്രയും വലിയ ദർശനമൊന്നുമില്ലല്ലോ, കൂടെ തിരിച്ചു. നോ പ്രോബ്ലം, കൂടെ തിരിച്ചു. അങ്ങനെ വിത്ത് ദെയർ ലൈഫ് ദേ പ്രൂവ് ടു ഗോഡ് that they are faithful enough that God could trust them. ദൈവത്തിന് അവരെ വിശ്വസിക്കത്തക്ക അത്ര ഫെയ്ത്ത്ഫുൾ ആണ് അവർ. ദൈവത്തിന് അവരെ തന്നെ ദൈവത്തിന് തെളിയിച്ചു കൊടുത്തു. ജീവിതത്തിൽ കൂടെ തെളിയിച്ചു. Can you prove to God that you are faithful enough that God could trust on you? ഇപ്പം പുതിയ നിയമത്തിലെ ആദ്യത്തെ ലേഖനമാണ് 1 തിമോഥെയോസിന്റെ ലേഖനം.
ഉം, ഉം, ഒന്ന് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഉം. പൗലോസ് പറയാ, സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിക്കുവാൻ ഉം. ഞങ്ങൾ ദൈവത്തിന് ഞങ്ങളെ തന്നെ കൊള്ളാവുന്നവരായി തെളിയിച്ചു. We proved ourselves to God that we are worthy, that gospel could be entrusted with us. ഉം. പോയി പോക്കണ്ടോ? എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു? അപ്പച്ചനെ കൊണ്ട് കള്ളം തിരഞ്ഞെടുക്കട്ടെ? ഉം. No, അങ്ങനെയല്ല. ഉം. ദൈവം ആദ്യം അബ്രഹാമിന് റെവലേഷൻസ് കൊടുക്കുന്നു. ഉം. അത് ഫുൾ റെവലേഷൻ അല്ലല്ലോ. അതെ. ഒരു ചെറിയ യോ പറഞ്ഞ ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ. ഉം. I only had a hearsay. Yeah. ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഉം. അല്ലേ? അറിഞ്ഞ ദൈവത്തിൽ അങ്ങനെ പിടിച്ചുറച്ചു നിൽക്കുക. ഉം. ഇതുപോലെ ഇവിടെ ഒരാള് എനിക്ക് ഏക സത്യതയും ഉണ്ടെന്ന് അറിവ് കിട്ടി. ഉം. ഈ അറിവ് കിട്ടാനുള്ള കാരണം എന്തിനാ? കാരണം അബ്രഹാമിന്റെ വീട്ടിൽ ദൂതന്മാർ വരുമായിരുന്നു അബ്രഹാമിനോട് സംസാരിക്കാൻ. ഉം. അബ്രഹാമിനോട് ദൂതന്മാർ സംസാരിക്കുമായിരുന്നു. എനിക്കെങ്ങനെ അറിയാവുന്ന? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഉം. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞ ബാബിലോൺ തൽമൂദിൽ പറഞ്ഞിരിക്കുന്നത്. ഉം. ഈ തൽമൂദിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കങ്ങ് പൂർണ്ണമായിട്ടങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഉം. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, നമ്മുടെ രക്ഷ എന്ന കാര്യത്തിന് ഉം. അതിൽ നിന്നുള്ള അറിവുകൾ പലപ്പോഴും അനിവാര്യമല്ല. ഒരാൾ തലമുതിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളയുടെ രക്ഷയെ ബാധിക്കത്തൊന്നുമില്ല. Yes. പക്ഷെ ഞാൻ അധ്യാപകനായതുകൊണ്ട് മാം എൻ്റെ അടുത്ത് കൊണ്ടുവന്നുള്ള ചോദ്യങ്ങൾ ഒരാളുടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉം. അതിനെനിക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഉം. അങ്ങനെ വരുമ്പോൾ ഐ ഗോ ഓൾ ദി ഡെപ്ത് പ്രൊഫൻഡിറ്റി ഓഫ് ദീസ് ഉം. പ്രഷ്യസ് പീസസ് ഓഫ് ഇൻഫർമേഷൻ. ഉം. എന്തുകൊണ്ട് അബ്രഹാമിനെയും സാറയും തിരഞ്ഞെടുത്തു? ബിക്കോസ് ദേ പ്രൂവ്ഡ് ദംസെൽസ് വർത്തി ടു ഗോഡ്. അതെ, അതെ. തങ്ങളെ തിരഞ്ഞെടുക്കുവാൻ അവർ തങ്ങളെ ദൈവത്തിന് യോഗ്യന്മാരാണ്, തങ്ങൾ ദൈവസന്നിധിയിൽ യോഗ്യന്മാരാണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് Prove ചെയ്തു. Okay. Okay, sir. Thank you very much. Revelation പലർക്ക് കിട്ടിയെങ്കിലും അത് പ്രൂവ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിലാണ് ആ കുടുംബത്തെ ദൈവം സെലക്ട് ചെയ്തത്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഒരു പക്ഷെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിക്കുന്ന നമ്മുടെ സാധാരണ ആൾക്കാർക്കോ അധ്യാപകരോ അല്ലെങ്കിൽ ആരും തന്നെ ഞാൻ ഈ പറഞ്ഞ ആയെങ്കിലും മറുപടി പറഞ്ഞിരിക്കണമെന്നില്ല. പറയത്തില്ലെന്നൊന്നും ഞങ്ങൾക്ക് കാച്ചത്തില്ല, പക്ഷെ പറഞ്ഞിരിക്കണം എന്നില്ല. യെസ്, താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ മൽക്കീസേദെക്ക് നോഹയുടെ പുത്രനായ ശേമാണെന്നും അദ്ദേഹത്തിൽ നിന്നും പൗരോഹിത്യം അബ്രഹാമ്യ സന്തതികളായ ലേവ്യർക്കും കൈമാറി കിട്ടിയതായി യഹൂദ്യ തൽമൂദുകളിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഈ foolishness to a certain extent is tolerable, but this is too much എന്നൊരു പറച്ചിലുണ്ട്. ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴേ സ്റ്റുഡൻസ് സമയത്തുള്ള ഞങ്ങളുടെ ഒരു സെന്റൻസാണ്. ഈ വെട്ടിത്തരം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണ്ടായോ? വെട്ടിത്തരത്തിന് ഒരു ലിമിറ്റ് വേണ്ടായോ? അഹരോനും മക്കൾക്കും പൗരോഹിത്യം കൊടുത്തത് ആരാ? അഹരോനും മക്കൾക്കും പൗരോഹിത്യം കൊടുത്തത് മൽക്കീസേദെക്കാണോ? അല്ലല്ലോ, ദൈവമല്ലേ കൊടുത്തത്? ദൈവമാണല്ലോ കൊടുത്തത്, അല്ലേ? അബ്രഹാം ഈ അഹരോനും മക്കൾക്കും പൗരോഹിത്യം കൊടുക്കുന്നത് മോശയാണ്. മോശയോട് പറഞ്ഞു, നിന്റെ സഹോദരനെ അഹരോനെ അവന്റെ മക്കളെ കുടുംബത്തെയും എനിക്ക് നിത്യപുരോഹിതന്മാരായിട്ട് വേർതിരിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മൽക്കീസേദെക്ക് കയറി വന്ന് ഈ വെട്ടിത്തരം പറയാൻ നിനക്ക് ഒരു പരിധിയൊക്കെ വേണ്ടായോ? ഒന്ന്. രണ്ട്, ഈ മൽക്കീസേദെക്ക് നോഹയുടെ പുത്രന്മാരിൽ ആരെയാ പുരോഹിതനാക്കിയത്? മൽക്കീസേദെക്ക് പുരോഹിതനാക്കിയത്
പുരോഹിതനാക്കിയെന്നങ്ങിരിക്കട്ടെ, ആക്കിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എനി എവിഡൻസ് ടു പ്രൂവ് ഇറ്റ്? എനി എവിഡൻസ് ടു പ്രൂവ് ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. മൽക്കീസദേക്ക് നോഹയുടെ പുത്രന്മാരൊരാളെ പൗരോഹിത്യം ഏൽപ്പിച്ചതായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ തെളിവില്ല. 2, ഹെബ്രായിക് ട്രഡീഷനിൽ, ഹീബ്രു ട്രഡീഷൻസിൽ തെളിവുകളില്ല. ഇനിയും ജൂയിഷ് ഹിസ്റ്റോറിയൻസ് ആരും അത് തെളിയിക്കുന്നില്ല. ജൂയിഷ് ആന്റിക്വിറ്റി എന്ന പ്രസിദ്ധമായ തൻ്റെ പുസ്തകത്തിൽ ഫ്ലേവിയസ് ജോസഫസ് അങ്ങനെ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഏറ്റവും മനോഹരമായി എഴുതിയിട്ടുള്ളത് ഓക്സ്ഫോർഡിലെ തിയോളജിയുടെ പ്രൊഫസറായിരുന്ന ഒരു യഹൂദനുണ്ട്. അബൌട്ട് ഇറ്റ്. അപ്പം എനിക്കൊരു കാര്യം പറയണമെങ്കിൽ, എന്നെ സംബന്ധിച്ചോളം പറയണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിലും അതിനൊരു എവിഡൻസ് വേണം. അത് ഡോക്യുമെന്റൽ എവിഡൻസ് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. സിറ്റുവേഷണൽ എവിഡൻസ് ഉണ്ട്, കൊറോബറേറ്റീവ് എവിഡൻസ് ഉണ്ട്, ഡിഫറെന്റ് എവിഡൻസസ്. ഏതെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. സോ ഫാർ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. യെസ്, താങ്ക് യു. അടുത്ത ചോദ്യം പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീബ്രുവിൽ അങ്ങനെയാണ് പ്രാർത്ഥനയെങ്കിൽ എന്തുകൊണ്ടാണ് നാം അതേ പ്രാർത്ഥന ചെയ്യാതിരിക്കുന്നത്? നമ്മൾ ഇവണ്ണം പ്രാർത്ഥിക്കണം. ഒരു മോഡൽ കൊടുത്തു. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാത്തത് എന്ന് ചോദിച്ചാൽ, I'm not only a teacher, I was a trainer also. ഞാൻ ജോലി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒരു ട്രെയിനർ കൂടായിരുന്നു. കാരണം സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നുള്ള ഉത്തരവാദിത്തം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങിൽ ഞങ്ങളുടെ ഒരു രീതിയുണ്ട്. ഒന്ന്, ദ ട്രെയിനർ സ്പീക്സ് ആൻഡ് ദ ട്രെയിനർ ഡസ്. താൻ പറയുകയും താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, ദ ട്രെയിനർ സ്പീക്സ് ആൻഡ് ദ ട്രെയിനി ഡസ്. ട്രെയിനിങ് കൊടുക്കുന്ന ആളിങ്ങനെ പറയും, ട്രെയിനി അതിങ്ങനെ ചെയ്യും. മൂന്നാമത്തേത്, ദ ട്രെയിനി സ്പീക്സ് ആൻഡ് ദ ട്രെയിനർ ഡസ് ആൻഡ് ദ ട്രെയിനി ഡസ്. ട്രെയിനി തന്നെ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. നാലാമത്തേത്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇതാണ് നമ്മൾ ഒരാളെ നല്ല രീതിയിൽ കാര്യം ട്രെയിൻ ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലർ ഭംഗിയായിട്ട് ചെയ്യത്തില്ല. ഭംഗിയായിട്ട് ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന് അയാൾക്ക് അതിനുള്ള കഴിവില്ല. ഒരു കാല് തളർന്നിരിക്കുക. ഇവനെ ആരാണ്ടുകൊണ്ട് ഫുട്ബോൾ ക്ലബ്ബിൽ ചേർത്തു, പൈസയും കൊടുത്തിട്ട് പോയി. ഫുട്ബോൾ ക്ലബ്ബില് ഫുട്ബോൾ പഠിക്കാനായിട്ട് ചേർത്തിട്ട് ഇവനെ കൊണ്ട് ആഴ്ച പന്ത് കളിക്കാൻ പറ്റുമോ? അവനുള്ള കഴിവില്ല. ഈ രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. കഴിവുള്ള ആളാണ്, ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, എത്ര പറഞ്ഞു കൊടുത്താലും ഹി ഡസൻ കെയർ. ഇതിൽ 1, 3 കാറ്റഗറിയിൽ നമ്മൾ ഹെൽപ്ലെസ്സാ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര പറഞ്ഞാൽ അവന് ചെയ്യാനൊക്കത്തില്ല, അവന് ചെയ്യാനൊക്കത്തില്ല. മൂന്നാമത്തെ കാറ്റഗറിയോ, ഹി ഡസൻ കെയർ.
ഹി ഡസൻ കെയർ. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറി അവനാരും പറഞ്ഞു കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കണം, അല്ലേ? അപ്പം മുമ്പ് നമ്മൾ ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് എടുക്കുന്ന വിഷയങ്ങളിലൊന്നാണ് പ്രാർത്ഥന എന്നുള്ളത്. അതിന് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തോ അറിയാം? തോന്നുന്ന പോലെ പ്രാർത്ഥിക്കാൻ, തോന്നുന്ന പോലെ പ്രാർത്ഥിക്കാൻ അറിയാം, വേണ്ടുന്ന പോലെ അറിയില്ല, വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. അതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലാകുമ്പോൾ ഒരുപാട് മതങ്ങളുടെ ഇൻഫ്ലുവൻസിനിടയ്ക്ക് ജീവിച്ചവരാണ് നമ്മൾ. എല്ലാ മതങ്ങളിലും ദൈവമുണ്ട്, എല്ലാ മതങ്ങളിലും പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്നുള്ള അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ നമുക്ക് അറിയാവുന്നൊരു ധാരണയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് സ്ട്രക്ചറുണ്ട്, മെത്തേഡുണ്ട്, ഉപയോഗിക്കാൻ പാടുള്ള സെന്റൻസുകളുണ്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വെക്കാബിലിറ്റി ഉണ്ട്, ടോണുണ്ട്, സ്റ്റൈലുണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുന്നതിലും വ്യത്യസ്തമാണ് വേറൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, മാനസാന്തരപ്പെടണം, എങ്കിലേക്ക് തീരണം, മനസ്സാണ് ഞങ്ങൾ തീരണം, എന്റെ മുഖം രക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾ അതിന്റെ പ്രീ റിക്വസൈറ്റാ. ഇല്ല പ്രാർത്ഥിച്ചൊരു കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് രോഗം വന്നാലോ സഭയിലെ മൂപ്പനെ അവരെ വിളിക്കണം, അവരന്യോന്യം പാവങ്ങൾ ഏറ്റു പറയണം, അത് കഴിഞ്ഞ് ഇവനോട് ചോദിക്കണം നീ പാവം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന്, അത് കഴിഞ്ഞ് അവന് തലയെണ്ണ ഒഴിക്കണം. അത് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉള്ള 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 രീതിയാണ്, അല്ലേ? ഇങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കും വ്യത്യസ്തമായ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ഈ പറഞ്ഞു കൊടുക്കാമെന്നിരിക്കട്ടെ. എന്റെ ചേർച്ചിൽ അമ്മ ഉണ്ടായിരുന്നു, ഓ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട യഹോവേ, ഞങ്ങളുടെ പ്രാർത്ഥപ്പെട്ട യഹോവേ. ഞാൻ ചോദിച്ചു, അമ്മമ്മയുടെ പിന്നെ അപ്പച്ചനെ എന്തോ ഈ കറിയച്ചാട്ടൊന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. ഓ അതെങ്ങനെ ബാബു സാറേ, കറിയച്ചാട്ടൊന്ന് വിളിക്കാനൊക്കത്തില്ല കേട്ടോ, അപ്പനെ വിളിക്കാനൊക്കത്തില്ല. അപ്പൊ ഈ സ്വർഗസ്ഥനായ ദൈവത്തെ യഹോവയെന്ന് വിളിച്ചതോ? ഒരു 100 പ്രാവശ്യം ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെ പറയും. ഇപ്പൊ പിടിച്ച് ചെവിക്കരിക്കാൻ അടി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇത് കീറി വിളിച്ച് പ്രാർത്ഥിക്കുക. ആരാ ഇത് കേൾക്കുന്നത്? കൊച്ചു പിള്ളേർ കേൾക്കുക. പിള്ളേരെന്ത് വിചാരിക്കുന്നു? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു, അല്ലേ? അപ്പം നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്നതും ദൈവം ഏറ്റവും സീരിയസ് ആയി കാണുന്നതുമാണ് പ്രാർത്ഥന. നമുക്ക് എന്തും പറയാം, എങ്ങനെയാകാം, പ്രാർത്ഥിച്ചു. ദൈവമോ ഗൗരവമായി കാണുന്ന കാര്യമാണ്, ദൈവം ഏറ്റവും ഗൗരവമായി കാണുന്ന കാര്യമാണെന്നും നമ്മളതിന് ആ ഗൗരവത്തിൽ കാണുന്നില്ലെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കത്തോളം കാലം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞത് ഔവണ്ണം പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് എൻ്റെ കാര്യം. എന്തു ചെയ്യാൻ പറ്റും? ഞാനും മാവൂരോട് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? പ്രാർത്ഥനയുടെ ഒരു മോഡൽ എന്നാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലേ? പ്രാർത്ഥനയുടെ ഒരു സ്ട്രക്ചർ. ഈ ഉന്നത അധികാരിയോട് സംസാരിക്കല്ലേ, സംസാരിക്കുന്ന നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളുടെ കോളേജിൽ ഒരു പിയൂണിന്റെ വേക്കൻസി വന്ന ആപ്ലിക്കേഷൻ നേരത്തെ അതിന് ഒരു മോഡൽ ഇല്ലയോ? ഉണ്ടല്ലോ. അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ എഴുതാനൊക്കത്തുള്ളൂ.
അന്നല്ലോ ഒരു CV തയ്യാറാക്കാൻ മോഡലില്ലയോ? അതെ. അന്നല്ലോ സ്വർഗസ്ഥനായ ദൈവത്തോടെ സംസാരിക്കുന്ന ഊന്നിവരാണോ? എന്റെ ഗൗരവം ഇല്ലാത്തതുകൊണ്ടും ഗൗരവം നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടും. അതെ അതെ. That's the reason. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നുള്ള സെഷനുകളിലും ബാബു സാർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.